ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഫിഷ് മാംഗോ കറി. അപ്പം എല്ലാവരും ഫിഷ് മാംഗോ കറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ എളുപ്പ വഴിയിലാണല്ലോ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. സോ ലെറ്റ്സ് കുക്ക്. അപ്പോൾ നമ്മുടെ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നമ്മുടെ ഫിഷ് ഏകദേശം 250 ഗ്രാം, പച്ചമുളക്, കടുക്, ഇഞ്ചി, തേങ്ങാപ്പാൽ, പച്ചമാങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, എടുത്തേക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, ഗാർലിക്ക്, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പില, സബോള. അപ്പോൾ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ പാൻ ചൂടാക്കാം. പാൻ നന്നായി ചൂടാവണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാവണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വേണം നമ്മൾ കടുക് ഇടാൻ. 1 ടീസ്പൂണോളം ഉള്ള ഒരു കടുക് ഇടുക. കടുക് നന്നായി പൊട്ടണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇടുക. ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഒരു ഏകദേശം 2 സ്ട്രിങ്ങോളം കരിവേപ്പില, 2 പച്ചമുളക് കീറിയത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആഡ് ചെയ്ത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഏകദേശം 2 സവാളയാണ് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. സവാള ഏകദേശം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ ഇടാം. ഒരു പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം കുഴപ്പമില്ലാത്ത പുളിയൊക്കെ ഉള്ള ഒരു പച്ചമാങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ പാകം അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇടുക. ഞാൻ കശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടിയും ഏകദേശം 1/2 ടീസ്പൂൺ ഇടുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം, ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം 5 മിനിറ്റ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റോളമായി. നമുക്കിനി ലിഡ് തുറന്നിട്ട് കുക്കായോ നമുക്ക് നോക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം തലപ്പാൽ ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി ഫിഷ് മാംഗോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കേരളത്തിന് ഒത്തൻറ്റിക് ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഭയങ്കര എളുപ്പം, അത് മനസ്സിലായില്ലേ? മേ ബി ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എൻഹാൻസ് ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ് വീട്ടിൽ നിന്ന് കിട്ടിയത്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നോട് ഇതെല്ലാം കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയും വേണം. സോ ഇതുപോലത്തെയുള്ള ഈസി റെസിപ്പീസ് കാണാൻ വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.